നമ്മൾ ഇന്ന് പ്രധാനപ്പെട്ട മെഷീൻ ടൂളുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മെഷീൻ ടാപ്പിനെ കുറിച്ചാണ് ആദ്യം പഠിക്കുന്നത്. ഇതാണ് നമ്മുടെ ഇഞ്ച് വരുന്ന വശം, ഇതാണ് നമ്മൾ സെന്റിമീറ്റർ വരുന്ന വശം. ഓക്കെ, ഈ സെന്റിമീറ്റർ ഇങ്ങനെ വന്നിട്ട് 100 ആവുമ്പോഴാണ് 1 മീറ്റർ ആവുന്നത്. ഒരു ടാപ്പില് മൊത്തം 150 സെന്റിമീറ്റർ ആണ് ഉണ്ടാവുക. അതായത് 1.5 മീറ്റർ ആണ് ഒരു ടാപ്പ് വരുന്നത്. ഇഞ്ചുകളിലെ 60 ഇഞ്ചാണ് സാധാരണ ഒരു ടേപ്പില് വരുന്ന അളവ്. ഇനി നമുക്ക് 1 ഇഞ്ച്, ഇവിടെ മുതൽ ഇവിടെ വരെയാണ് 1 ഇഞ്ച് എന്ന് പറയുന്നത്. ഈ 1 ഇഞ്ച് എന്ന് പറയുന്നത് നമുക്ക് 2.54 സെന്റിമീറ്റർ ആണ്. അതായത് ഏകദേശം 2.5 സെന്റിമീറ്റർ ആണ് 1 ഇഞ്ച് എന്ന് പറയുന്നത്. 1 മീറ്റർ എന്ന് പറയുന്നത് ഏകദേശം 39.5 ഇഞ്ചാണ്. ഓക്കെ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. 1 ഇഞ്ചില് ഏതൊക്കെ അളവുകളാണ് വരുന്നതെന്ന് നോക്കാം. ഈ ഒരു ടേപ്പിന്റെ ഇവിടെ മുതൽ ഇവിടെ വരെയാണ് 1 ഇഞ്ച് എന്ന് പറയുന്നത്. ഇവിടെ ഈ സാധനം ഉള്ളത് കൊണ്ട് ഞാനിതാ ഈ 1 ഇഞ്ചില് നിങ്ങൾക്ക് അളവുകൾ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ഇവിടെ തൊട്ട് ഇവിടെ നിന്ന് തുടങ്ങുന്ന ഇതാണ് 1 പോയിന്റ്, ഇത് 2 പോയിന്റ്, 3 പോയിന്റ്, അങ്ങനെയാണ് ഈ പോയിന്റുകൾ പോകുന്നത്. അപ്പോ അതില് നമ്മൾ 1 ഇഞ്ചിന്റെ ഇടയിൽ നമുക്ക് 8 പോയിന്റ് ആണ് ഉണ്ടാവുക. 1, 2, 3, 4, 5, 6, 7, 8. 8 പോയിന്റ് ആയാൽ എന്തായി? 1 ഇഞ്ചായി. ഓക്കെ, അപ്പോ ഈ 1 ഇഞ്ചിൽ നിന്ന് നമ്മൾ 2 പോയിന്റ് കുറയ്ക്കുക. അതായത് ഇവിടെ മുതൽ ഇവിടെ വരെ മൊത്തം 6 പോയിന്റുകൾ. ഈ 6 പോയിന്റ് വരുന്നതാണ് 3/4 ഇഞ്ച്. അതായത് 3/4 എന്നോ അല്ലെങ്കിൽ 0.75 എന്നോ എഴുതും. പിന്നെ ഇവിടെ നിന്ന് വീണ്ടും നമ്മൾ 2 പോയിന്റ് കുറച്ചു. 1, 2. അപ്പൊ എത്രയായി? 1, 2, 3, 4 പോയിന്റ് ആയേ. ഈ 4 പോയിന്റ് ചേരുന്നതാണ് 1/2 ഇഞ്ച്. ഇതിനെ 1/2 അല്ലെങ്കിൽ 0.5 എന്ന് എഴുതും. അതാണ് 1/2 ഇഞ്ച്. ഇനി ഇതിൽ നിന്ന് വീണ്ടും നമ്മൾ 2 പോയിന്റ് കുറയ്ക്കുകയാണ്. 2 പോയിന്റ് കുറച്ചാൽ എന്തായി? 1/4 ഇഞ്ച്. ഓക്കെ, ഈ 1/4 ഇഞ്ചിനെ നമ്മൾ 0.25 എന്നോ അല്ലെങ്കിൽ 1/4 എന്നോ എഴുതാറുണ്ട്. ഇത്രയും മനസ്സിലായോ? കാരണം നമ്മൾ ഈ അളവെടുക്കുന്ന സമയത്ത് തോനെയും അളവുകളില് 1/4, 2/4 അല്ലെങ്കിൽ 10/3, 10.5 അങ്ങനെയൊക്കെയാണ് അളവുകൾ വരിക. അപ്പൊ ഈ 1/2 എന്താണ്, 1/4 എന്താണ്, 3/4 എന്താണ്, അത് കൃത്യമായിട്ട് അറിഞ്ഞാലേ നമുക്ക് കറക്റ്റ് ആയിട്ട് അളവ് കിട്ടും. നമ്മൾ ഇങ്ങനെയാണ് മാർക്ക് ചെയ്യാറുള്ളത്. ഇതില് 1 ഇഞ്ച് എന്ന് പറയുമ്പോൾ 8 പോയിന്റുകളാണ് വരിക. അതിന്റെ നേരെ പകുതി 1/2 ഇഞ്ച്. ഓക്കെ, അങ്ങനെയാണ് വരാറുള്ളത്. അതാണ് നമ്മൾ ഇതിൽ പറയുന്നത് കേട്ടോ. സ്റ്റിച്ചിങ്ങില് ഇങ്ങനെ 2 കോമ പോലെ ഇടുന്നതിന് നമ്മൾ ഇഞ്ച് എന്നാണ് പറയാറ്. ഇത് നിങ്ങൾക്ക് നല്ലോണം കാണുന്നുണ്ടോ? ഇങ്ങനെ 2 കോമ പോലെ ഇടുക. ഇതിനെ പൊതുവെ ഇഞ്ച് എന്നാണ് പറയാറുള്ളത് സ്റ്റിച്ചിങ്ങില്. അപ്പോ 1 ഇഞ്ച് എന്ന് പറയുന്നത് 2.54 സെന്റിമീറ്റർ ആണ്. ഏകദേശം 2.5 സെന്റിമീറ്റർ ആണ് 1 ഇഞ്ച്. ഇങ്ങനെ 100 സെന്റിമീറ്റർ ആകുമ്പോൾ അത് 1 മീറ്റർ ആണെന്ന് പറഞ്ഞു. ആ 1 മീറ്റർ എന്ന് പറയുന്നത് 39.5 ഇഞ്ച്, അതായത് 39.5 ഇഞ്ച്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റുകളെ കാര്യം കേട്ടോ. ഇതിൽ നമ്മള് 8 പോയിന്റ് ആണ് 1 ഇഞ്ച്. അതിൽ നിന്ന് 2 പോയിന്റ് കുറച്ച് 6 പോയിന്റ് ആയാൽ അത് 3/4 ഇഞ്ച്. ഇതിനെ നമ്മള് കണക്കില് ഇങ്ങനെ കൂടെ എഴുതും കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് നോക്കിയിട്ട് ചെയ്യാലോ. 4 പോയിന്റ് ആണ് 1/2 ഇഞ്ച്. 2 പോയിന്റ് ആണ് 1/4 ഇഞ്ച്. ഓക്കെ, ഇങ്ങനെ എഴുതിയാലും ഒക്കെ നമ്മള് 1/4, 1/2, 3/4 അങ്ങനെയാട്ടോ പറയുന്നത്. അത് മാറിപ്പോവരുതേ. അപ്പോ ഇത്രയുമാണ് ഈ ടാപ്പിനെ കുറിച്ച് നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതിൽ പിന്നെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്താ വെച്ചാല്, ഒരു ടേപ്പിനെ നമ്മൾ കുറെ വർഷങ്ങൾ യൂസ് ചെയ്യരുത്. ഇടയ്ക്ക് ടേപ്പ് ചേഞ്ച് ചെയ്യണം കേട്ടോ. ഒരുപാട് കാലം യൂസ് ചെയ്യുമ്പോൾ അളവിലൊക്കെ എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ടേപ്പ് വെച്ചിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ ടേപ്പ് നീങ്ങി പോവാതിരിക്കാന്, അതേപോലെ ടേപ്പ് ഇങ്ങനെ
വളഞ്ഞിട്ടാണോ എന്നൊക്കെ ശ്രദ്ധിച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ അളവെടുക്കാൻ ശ്രദ്ധിക്കണം. ഒരു ചെറിയ പോയിന്റിന്റെ അളവ് മതി നമ്മുടെ ഡ്രസ്സിൽ നമുക്ക് ഒന്നെങ്കിൽ ടൈറ്റ് ആയി പോകും അല്ലെങ്കിൽ ലൂസ് ആയി പോകും. അതുകൊണ്ട് അളവെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്രയൊക്കെയാണ് ഈ ഒരു ടേപ്പിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ബാക്കി ടൂളുകൾ നോക്കാം. ഇനി വരുന്ന ടൂളുകളാണ് സ്കെയിലുകൾ. നമുക്ക് ഇതേപോലെ 4 സ്കെയിലുകൾ വരുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ സാധാ സ്കെയില് തന്നെ 60 സെന്റിമീറ്ററിൽ വരുന്ന സ്കെയിലാട്ടോ. 24 ഇഞ്ചാണ് ഇതിന്റെ നീളം വരുന്നത്. പിന്നെ നമുക്ക് സാധാ നമ്മുടെ 30 സെന്റിമീറ്ററിന്റെയും അതേപോലെ 15 സെന്റിമീറ്ററിന്റെയും സ്കെയിലും നമുക്ക് ഇതിന് ആവശ്യമുണ്ട് കേട്ടോ. പല ഭാഗങ്ങൾ ചെയ്യുമ്പോൾ പല ആവശ്യങ്ങൾക്കായിട്ട് ഈ 3 സൈസിൽ നമുക്ക് വേണം. പിന്നെ വരുന്നതാണ് ഇതേപോലത്തെ ആം കർവ്, പിന്നെതാ ലെഗ് കർവ്. ഇതിന്റെ ഒക്കെ ഷേപ്പ് നിങ്ങൾ കണ്ട ഒരു പ്രത്യേക ഷേപ്പിലാട്ടോ വരിക. ഇത് ഹിപ്പ് കർവ്. ഇത് 3 എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് കാണണ്ടേ? ഇപ്പൊ ഞാൻ ഇത് എന്തിനാന്ന് ഒന്ന് പറഞ്ഞു തരാം. പിന്നെ നിങ്ങൾ സ്റ്റിച്ചിങ് തുടങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് ഇത് നല്ലോണം മനസ്സിലാവുക. ഇങ്ങനെ കാണുമ്പോൾ സ്റ്റിച്ചിങ് അറിയുന്ന ആൾക്ക് മനസ്സിലാവും, അറിയാത്ത ആൾക്ക് അത് മനസ്സിലാവുന്നുണ്ടാവില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരണ്ടായിരുന്നു. അതായത് നമ്മള് ബോഡി പാർട്ട് മാർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ചെസ്റ്റ് മുതൽ ഹിപ്പ് വരെയുള്ള ഭാഗത്തിന്റെ ഇടയിൽ നമ്മുടെ ബോഡിക്ക് ഒരു ഷേപ്പ് ഉണ്ടാവും. ഈ ഷേപ്പ് കൈകൊണ്ട് മാർക്ക് ചെയ്യുന്നതിന് പകരം നമ്മൾ ഈ ഷേപ്പ് മാർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഹിപ്പ് കർവ്. ഇതിന്റെ ഈ വളവ് കണ്ടോ? ഈ വളവ് വെച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കും. അപ്പൊ ഈ ഷേപ്പ് വന്നത് കണ്ടോ? മനസ്സിലായോ? പിന്നെ ഇതാണ് നമ്മുടെ സ്ലീവ്, കൈ നമ്മൾ ഇങ്ങനെയാണ് മാർക്ക് ചെയ്യുക. ഈ കൈക്ക് കണ്ടോ ഇവിടെ ഇങ്ങോട്ടേക്ക് സ്ട്രെയിറ്റ് ആയിട്ടല്ല മാർക്കിങ് വരുന്നത്, ചെറിയൊരു വളവ് വരുന്നില്ലേ? ആ വളവ് നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആം കർവ് ഉപയോഗിക്കുന്നത്. കണ്ടോ? ഇതിന്റെ ഈ ഷേപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നമുക്ക് വേണ്ട ഷേപ്പിനനുസരിച്ച് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മാർക്ക് ചെയ്യുക. പിന്നെ ചില ആൾക്കാർക്ക് ഇപ്പോൾ തടി കൂടുതലുള്ള ആളുകളുണ്ടാവും, കൈക്ക് ഭയങ്കരമായിട്ട് തടിയുണ്ട്, ഈ മസിൽ റൗണ്ട് ഒരുപാടുണ്ട്. അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ ഇതേപോലെ പുറത്തേക്ക് വെച്ചിട്ട് ഈ മസിൽ റൗണ്ട് കൂട്ടിയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ വെച്ച് മാർക്ക് ചെയ്യാട്ടോ ചെയ്യുന്നത്, എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഈ സാധനം ഇത് സ്ലീവ് കർവ് എന്നാണ് ഇതിന് പറയാ. ഇത് നമ്മൾ കൈ മാർക്ക് ചെയ്യാനുള്ള ഒരു ടൂളാണ്. അതായത് കയ്യിൽ ഇവിടെ ഈ ആം ഹോളിന്റെ കുഴിവ് വരുന്ന ഭാഗം അത് നമ്മൾ കയ്യിൽ മാർക്ക് ചെയ്യുമ്പോൾ, ബോഡിയിൽ മാർക്ക് ചെയ്യുമ്പോഴല്ല, കയ്യിൽ മാർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് വെക്കുന്ന ടൂളാണിത്. ഇനി ഇതേ സാധനത്തില് ഈ ബോഡിയിൽ കൈക്കുഴി മാർക്ക് ചെയ്യും. നമ്മൾ സ്ലീവിലെ കൈക്കുഴി ഇവിടെ മാർക്ക് ചെയ്യാനുള്ള ടൂള് പറഞ്ഞു. ഇനി ബോഡിയിൽ ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ ഈ ആം ഹോൾ കർവ്, ഇതിന്റെ പേരാട്ടോ ആം ഹോൾ കർവ്. ഇത് വെച്ചിട്ടാണ് ഈ ഷേപ്പ് നമ്മൾ മാർക്ക് ചെയ്യുക. പിന്നെ ഇത് വെച്ചിട്ട് നെക്കിന്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിന്റെ ഷേപ്പിനനുസരിച്ച് വേണ്ട ഭാഗങ്ങളൊക്കെ ഇത് വെച്ചിട്ട് ചെയ്യാം. ഇതേപോലെ ഗ്ലാസ് ടൈപ്പ് വരുന്നുണ്ട്, അതേപോലെ ഈ ഒരു മെറ്റീരിയലും വരുന്നുണ്ട്. ഇനി ഇതാണ് ലെഗ് കർവ്. നമ്മൾ പാന്റ് മാർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സാധാ നോർമൽ പാന്റ് അതേപോലെ സിഗരറ്റ് പാന്റിനൊക്കെ ഈ പാന്റിന്റെ നമ്മുടെ ബോഡിയുടെ താഴ്ഭാഗത്തേക്കുള്ള ഷേപ്പ് വരുന്നില്ലേ, അത് ഇതേപോലെ ഇങ്ങനെ മാർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഈ ടൂള്. ഇതിന്റെ പേര് ലെഗ് കർവ് എന്നാണ്. അപ്പോ ഈ 3 സ്കെയിലുകളും എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് ഇപ്പൊ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ടൂള് കണ്ടോ, ഇത് ഇതേപോലത്തെ ഒരു ഷേപ്പ് വരുന്ന ടൂളാണ്. ഇപ്പൊ നെക്കിന്റെ ഷേപ്പുകള് അതേപോലെ കൈക്കുഴിയുടെ ഷേപ്പുകളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഷേപ്പിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇത് വെച്ചിട്ട് ചെയ്യാം. ഇതൊരു മൾട്ടി പർപ്പസ് ടൂളാണ്. ഇതിന്റെ പേര് ഇതുമേലുള്ളത് ഡിസൈനർ ട്രയാങ്കിൾ എന്നാട്ടോ. അപ്പോ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നമുക്ക് കത്രികയുടെ കാര്യം നോക്കാം. ഈ ഒരു കത്രികയാണ് നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്രിക. ഇത് നമ്മൾ പാറ്റേൺ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്രിക. 2 കത്രികയും കണ്ടോ? ഇതിന് കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും, 400 500 ആ ഒരു റേഞ്ച് ആണ് ഇതിന് വരുന്നത്. പിന്നെ ഈ കത്രിക നമ്മൾ ഒരിക്കലും പേപ്പർ കട്ട് ചെയ്യാൻ യൂസ് ചെയ്യരുത്. പേപ്പറിന്റെ കത്രിക തന്നെ ഉപയോഗിക്കുക. പേപ്പർ കട്ട് ചെയ്താൽ ഇതിന്റെ മൂർച്ച പെട്ടെന്ന് തന്നെ പോവും. പിന്നെ നിലത്ത് വീണാല് ഇതിന്റെ മൂർച്ച പോവും. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കാനുണ്ട്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം പേപ്പർ കട്ട് ചെയ്യാൻ പാടില്ല. ഇത് നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്യാനും എടുക്കാറില്ല, ഇത് പേപ്പർ മാത്രം കട്ട് ചെയ്യാനാണ് ഉപയോഗിക്കാറുള്ളത്. ഇനി നൂല് കട്ട് ചെയ്യാനാണെങ്കിൽ ഇതേപോലത്തെ ചെറിയ ത്രെഡ് കട്ടർ നമുക്ക് യൂസ് ചെയ്യാം. അതാണ് കത്രികയുടെ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെതാ
ഇത് ട്രേസിംഗ് വീൽ. നമ്മള് തുണിയെ 4 മടക്കിയിട്ട് അതിന്റെ ഒരു ഭാഗത്തല്ലേ മാർക്ക് ചെയ്യാ. പൊതുവെ നമ്മൾ ചോക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്യാം. അപ്പോ ഒരു ഭാഗത്ത് നമുക്ക് എപ്പോഴും തയ്യൽ പോവേണ്ട ലൈൻ അതിൽ ഉണ്ടാവും, എന്നാൽ മറുഭാഗത്ത് അത് ഉണ്ടാവില്ല. അപ്പോ ഒരു ഭാഗത്ത് നമ്മൾ ചോക്ക് കൊണ്ട് വരച്ചതിന്റെ മുകളിലൂടെ ഈ ട്രേസിംഗ് വീല് വെച്ചിട്ട് കുറച്ച് അമർത്തി ഒന്ന് വരച്ചാല് ഇതിന്റെ ഈ കുത്ത് നമ്മുടെ ക്ലോത്തിന്റെ അടിവശത്ത് കിട്ടും. അപ്പോ ആ വരയിലൂടെ നമുക്ക് ആ ഒരു സൈഡിലും മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ 2 സൈഡിലും മാർക്ക് ചെയ്യാം. അതിനാണ് പ്രധാനമായിട്ട് ഇത് സ്റ്റിച്ചിങ്ങിന് ഉപയോഗിക്കാറുള്ളത് കേട്ടോ. ഇനി ഇത് പിന്നും പിൻകുഷ്യനും. പിന്നെന്ന് പറയുന്നത് നമ്മുടെ മുട്ടുസൂചിയില്ലേ, ഇതേപോലെ മസ്തക്കൊക്കെ കുത്തുന്ന. പിന്നെ ഇതിന്റെ പിൻകുഷ്യൻ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ് സ്പോഞ്ച് വെച്ചിട്ട്. ഇത് നമ്മള് ക്ലോത്ത് ലൈനിങ്ങിലൊക്കെ നീങ്ങി പോവാതിരിക്കാനൊക്കെ ഇത് കുത്തി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നീങ്ങി പോവാതിരിക്കാനാണ്. പിന്നെതാ ഇത് സീം റിപ്പർ. ഈ ഒരു സാധനം നമ്മള് തുന്നൊക്കെ അയക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനം കേട്ടോ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ടൂളാണ് മെഷീൻ ചോക്ക്. ചോക്ക് പല ടൈപ്പിലുള്ളതുണ്ട്. ഇതാണ് നമുക്ക് സാധാരണയായിട്ട് കിട്ടാറുള്ളത്. ഇത് ഡബിൾ കളറിലുള്ളതുണ്ട്, അതേപോലെ ഒറ്റ കളറിൽ വരുന്നതും ഉണ്ട്. പിന്നെ ഇതേ ചോക്ക് ഇതാ ഇങ്ങനെ പെൻസിൽ ടൈപ്പ് വരുന്നതുണ്ട്. ഇതെങ്ങനെ ഉപയോഗിക്കാന്ന് വെച്ചാല് ഇതിന്റെ ഈ ഒരു നൂല് കാണുന്നുണ്ടോ, ഈ ഒരു നൂല് ഇങ്ങനെ നീക്കിയിട്ട് ഈ ചാർട്ട് ഇങ്ങനെ പുറത്തേക്ക് വരും. അപ്പൊ അതിങ്ങനെ ചുറ്റിച്ചു കൊടുത്താല് ഇങ്ങനെ കിട്ടും. പിന്നെ ഇത് എല്ലാ ക്ലോത്തിലും നമുക്ക് ഈ ചോക്ക് ഉപയോഗിക്കാൻ പറ്റൂല, അതിന്റെ പൊടി ഇതൊക്കെ കാണാം. അപ്പൊ അതില്ലാതാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇതാണ്, മാർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണിത്. ഇത് വാട്ടർ ഇറേസബിൾ പെൻ എന്നാണ് ഇതിന് പറയാം. ഈ പെന്ന് ഉപയോഗിച്ചാൽ എന്താന്ന് വെച്ചാൽ നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം മാർക്ക് ചെയ്ത ഭാഗത്ത് വെള്ളം തൊടിച്ചു കൊടുത്താല് ആ മാർക്ക് ചെയ്ത വര ഫുള്ളായിട്ട് മാഞ്ഞു പോകും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത വരുന്നത്. ഇനി ചില ക്ലോത്തുകളില് നമുക്ക് ഈ മാർക്കിങ് പുറത്തേക്ക് കണ്ടാൽ അത് ഭയങ്കര വൃത്തികേടായിട്ട് തോന്നും. അതായത് സ്ലീവിനൊക്കെ ലൈനിങ് ഇല്ലാത്തതൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ സ്ലീവിന്റെ എന്തെങ്കിലും മാർക്ക് ചെയ്തൊക്കെ പുറത്തൊക്കെ കാണുകയാണെങ്കിൽ അത് ഭയങ്കര വൃത്തികേടായി. അലക്കിയാല് മാത്രമാണ് അത് പോവുക, എന്നാല് നനയ്ക്കാനും പറ്റൂല, അപ്പൊ ഇതും ഉപയോഗിക്കാൻ പറ്റൂല. അങ്ങനെ വരുന്ന സംഭവങ്ങളില് ഈ ഒരു പെന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒരു ഫില്ലർ ടൈപ്പാണ് ഇത് വരുന്നത്. 4 കളറ് ഉണ്ടോ. പിന്നെ ഇതിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇത് നമ്മള് ക്ലോത്തിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് അയൺ ചെയ്താല് ആ എഴുത്ത് മാഞ്ഞു പോകും. ഓക്കെ. പിന്നെ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ചാല് ഈ സാധനം ഒരിക്കലും ഓൺലൈനിൽ നിന്ന് വാങ്ങരുത്. ഞാൻ വാങ്ങിയിട്ട് എനിക്ക് പണി കിട്ടിയ സാധനമാണ്. ഈ ഒരു പെന്നില് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താന്ന് വെച്ചാല് ഇങ്ങനെ നിങ്ങൾ കാണുന്നുണ്ടോ, ഈ കടുന്നീലയായിട്ട് കാണുന്ന ഭാഗം, ഈ ഭാഗത്താണ് ഇതിന്റെ മഷി ഉള്ളത്. ഇതിങ്ങനെ കട്ട പിടിച്ചോണം, അങ്ങനെ കട്ടിങ് ആയിട്ട് കാണാം. അപ്പോ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ആ പെന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല. കാരണം ഈ അടിയിലുള്ള ഈ കുറച്ച് ഭാഗം മാത്രമേ മഷി വരൂ, മുകളിലേക്കുള്ള ഭാഗം മഷി വരൂല. കടയിൽ പോലും വാങ്ങുകയാണെങ്കിൽ ഓരോന്ന് നോക്കി തന്നെ എടുക്കുക, ഇല്ലെങ്കിൽ ആ സാധനം ഉപയോഗിക്കാൻ നമുക്ക് പറ്റൂല. അത് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ അതാ ഈ ഒരു ടൂള്, ഇത് നമ്മള് എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാല് സൂചിയില് നൂല് കുറക്കാനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് ഇതേപോലെ ഒരു സെല്ലോ ടേപ്പ് ആവശ്യമുണ്ട്. പിന്നെ നിങ്ങൾ സാധാരണ സ്റ്റിച്ചിങ് ടൂളിൽ കാണാത്തൊരു സാധനം പപ്പട കോലാണ്. ഞാന് ഇത് വെച്ചിട്ടാണ് നമ്മുടെ കോർണറുകളൊക്കെ ശരിയാക്കല്. അതായത് നമ്മളിപ്പോ ഇങ്ങനെ ഇത് ഓരോന്ന് മറിച്ചിടുന്ന സമയത്ത് അതിന്റെ എഡ്ജുകളൊക്കെ കറക്റ്റ് ആക്കാൻ ഇത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തു കൊടുത്താൽ അത് കറക്റ്റ് ആയിട്ട് കിട്ടും. അതിന് ഞാൻ ഈ പപ്പടക്കോലാട്ടോ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സ്റ്റിച്ചിങ് ടൂളുകൾ വരുന്നത്. പിന്നെ പാറ്റേൺ മേക്കിംഗ് ടൂളുകൾ കുറച്ചുണ്ട്, അത് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ നോക്കാം. പിന്നെ ഒരു കാര്യം, സ്റ്റിച്ചിങ് ടൂളുകൾ ഇത്ര മാത്രമല്ല ഉള്ളത്, ഒരുപാടുണ്ട്. നമുക്ക് സ്റ്റിച്ചിങ് എളുപ്പമാക്കാൻ ഓരോ കാര്യത്തിനും ഓരോ ടൂളുകൾ ഇന്ന് അവൈലബിൾ ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ടൂളുകൾ മാത്രമാണ് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ടൂളുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് വെച്ചിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയൂ. അതുകൊണ്ടാണ് ഈ ടൂളുകൾ മാത്രം സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തത്. അപ്പോൾ ഓക്കെ.